ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ അകത്തെ ആത്മീയ അന്തരീക്ഷത്തിലും അപ്പോൾ തന്നെ ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ പുറത്തെ ഭൗതിക അന്തരീക്ഷത്തിലും വാത്സല്യ പിതാവും മാതാവും താമസിക്കുന്ന ഈ ഭവനത്തിൽ കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം വീടുകടയാക്കി അനേക വർഷങ്ങൾക്ക് മുമ്പ് ധ്യാനകേന്ദ്രം തുറന്നതിന് മുമ്പ് കുറുപ്പുംപടിയിലെ ചില ശുശ്രൂഷകളൊക്കെ ആയിട്ടുള്ള ബന്ധത്തിലാണ് ഞങ്ങൾ പലപ്പോഴും കണ്ടുമുട്ടാനൊക്കെ ആയിട്ട് ഇടയായത്. അപ്പോഴാണ് വർഷങ്ങൾക്ക് മുമ്പ് 24 വർഷം ആ സമയത്ത് ധ്യാനകേന്ദ്രം ദൈവം ആരംഭിക്കുമ്പോൾ അതിന്റെ 3 ഉത്തരവാദിത്വം സ്വർഗത്തിലെ ദൈവം എന്റെ ഹൃദയത്തെ ഏൽപ്പിക്കുവാനായിട്ട് പ്രയത്നം നൽകിയത് പ്രിയ അപ്പച്ചനെയാണ്. അന്ന് മുതൽ തന്റെ ശരീരം തളരുന്ന അവസ്ഥ വരെ സ്വർഗത്തിലെ ദൈവം അത് മനോഹരമായി പ്രിയ അപ്പച്ചൻ വഴി ചെയ്യാൻ സഹായിച്ചു. അപ്പോൾ തന്നെ പ്രിയ അമ്മച്ചി എപ്പോഴും കൂടെ നിന്ന് സഹകരിച്ച് പ്രത്യേകിച്ച് അമ്മച്ചി ക്യാൻറ്റീനിൽ വരുമ്പോൾ അവിടെ പറയുന്നതാണ്, അവിടെ അമ്മയാണ്, എനിക്ക് കുഴപ്പമില്ല, കാര്യങ്ങളൊക്കെ നോക്കി ഇപ്പൊ ഭംഗിയായിട്ട് നടത്തിയിട്ടു. എന്റെ വീട്ടിന്റെ അകത്ത ടോക്ക് ഞാൻ കേൾക്കാറുണ്ട്, എല്ലാം നന്നായി ചെയ്തു. അങ്ങനെ നമ്മളെ കുറിച്ച് മറ്റുള്ളവരെ നല്ല സാക്ഷ്യങ്ങൾ പറയാനായിട്ട് ഇടയാകട്ടെ. നമ്മളുടെ വായല്ല, മറ്റുള്ളവർ നമ്മളെ കുറിച്ച് നല്ലത് പറയാൻ. ഈ വാർഷിക ഭവനത്തില് ദൈവസംഘത്തിന്റെ കീഴിൽ ഇവിടെ ആയിരിക്കുമ്പോൾ ഇതിനെന്താ പറയണ്ടേന്ന് നമ്മുടെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ ഹൃദയത്തിലുള്ള ചിന്ത എന്ന് പറയുന്നത് ദൈവമക്കളോട് ഇത് അറിയിക്കുക, നല്ലതിൽ നിന്ന് ശരിയായത് തിരഞ്ഞെടുക്കുക. അങ്ങനെയാണ് ബുദ്ധിയുള്ളത്. നല്ലതിൽ നിന്ന് ശരിയായത് തിരഞ്ഞെടുക്കുക. അതായത് എറ്റേണൽ വാല്യൂ ഉള്ളത് അതിന് കൂടുതൽ മൂല്യം ആ കൊടുക്കും. എറ്റേണൽ വാല്യൂ മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറഞ്ഞതാണ്. ഈ ലോകത്തിലെ പണത്തിന് വേണ്ടിയൊക്കെ നാം ഓടുന്നു അല്ലേ? ഇത് നമുക്ക് ആവശ്യമാണ്, നല്ലതാണ്. പക്ഷേ നാം ഇത് മാത്രമാണ് നമ്മുടെ മുൻഗണനയെങ്കിൽ നാം സകല മനുഷ്യരുടെ അരിഷ്ടരാണെന്ന ബൈബിൾ പറയുന്നത്. പക്ഷേ പത്രോസിന്റെ സെലക്ഷൻ, പൗലോസിന്റെ സെലക്ഷൻ, യോഹന്നാന്റെ സെലക്ഷൻ, അവരുടെ സെലക്ഷൻ ഇങ്ങനെയായിരുന്നു. പത്രോസ് പറയുകയാണ്, നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട്, നിന്നെ വിട്ട് ഞങ്ങൾ അവിടെ റൈറ്റ് സെലക്ഷൻ, റൈറ്റ് സെലക്ഷൻ. ഹല്ലേലൂയ. ഇതേപോലെ നല്ലതിൽ നിന്ന് നാം റൈറ്റ് ആയിട്ടുള്ള സെലക്ഷനിലേക്ക് പോകണം. ദൈവ മക്കൾക്കുള്ള സന്ദേശമാണത്. അല്ലെങ്കിൽ നാം ബുദ്ധിയില്ലാത്ത കന്യകമാരെ പോലെ. ഞാൻ നിങ്ങളെയൊക്കെ എനിക്ക് കർത്താവ് കാണിക്കാൻ തന്നൊരു കാഴ്ചപ്പാട് ഇതാണ്. എല്ലാവരും ഇവിടെ എന്നെ അടക്കം ഇതാ എല്ലാവരും ഒരൽപ്പം മണ്ണാങ്കട്ടയായി ഇരിക്കുന്ന മക്കൾ. മണ്ണാങ്കട്ടയ്ക്ക് ഭയങ്കര പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം നല്ലതാണ്, സൂക്ഷിക്കേണ്ടതാണ്. പക്ഷെ ഇതിന്റെ ഉള്ളിൽ നിത്യം ജീവിക്കേണ്ട ഒളിഞ്ഞിരിക്കുന്ന ദൈവപുത്രന്മാർ ഓരോന്നിന്റെ ഉള്ളിൽ. പക്ഷെ ദൈവമക്കൾ അതിനെ അവഗണിച്ച് കളയാം. ദൈവമക്കളിൽ മെജോറിറ്റി അതിനെ അവഗണിച്ച് കളയും. അതുകൊണ്ട് എന്ത് പറ്റുന്നു? അവസാനം അവർക്ക് നിത്യജീവനിൽ പ്രവേശിക്കാൻ കഴിയും. ശ്രദ്ധിച്ചില്ല. അല്പം മുമ്പ് അപ്പച്ചൻ പറഞ്ഞ ആ വീട്ടിൽ പലതാഴ്ച എടുത്തുള്ളതിന്റെ കാര്യങ്ങളുണ്ട്. കർത്താവേ കർത്താവേ എന്നതിനെ വിളിക്കുന്ന അവരും
അല്ല. കർത്താവിനെ വിളിച്ചിട്ട് മോശമായ കാര്യമാണോ? മോശമല്ല അല്ലേ? നല്ല കാര്യമല്ലേ? പക്ഷെ നല്ല കാര്യം ചെയ്തിട്ട് നമുക്ക് സ്വർഗ്ഗത്തിൽ കയറാൻ പറ്റുമോ? പറ്റിയോ? യേശു വ്യക്തതയോടെ പറയുന്നു, എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവരും അല്ല. അപ്പൊ കർത്താവെ വിളിക്കുന്ന മോശക്കാരിയാണ് നമുക്ക് തോന്നുന്നില്ല, നല്ല കാര്യമാണ്. പക്ഷെ അവർക്ക് എന്നെ പറ്റിയില്ല, സ്വർഗ്ഗത്തിൽ കയറാൻ പറ്റില്ല. അവര് നല്ലത് സെലക്ട് ചെയ്തു, പക്ഷെ നല്ലതിൽ നിന്ന് റൈറ്റ് എന്ന സെലക്ട് ചെയ്യണം. ഇപ്പോ നിങ്ങൾ കാറിലോ സ്കൂട്ടറിനോ ഒക്കെ ആയിരിക്കുമല്ലോ വന്നേക്കുന്നത്. ഇവിടുത്തെ അമ്മച്ചി നിങ്ങളോട് സ്നേഹമായിട്ട് ഓടി വന്ന് കുറച്ച് ആപ്പിൾ ജ്യൂസ് കൊണ്ടുതരും. അല്ല, നിങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോ വണ്ടി സ്റ്റാർട്ട് ആകുന്നില്ല, നമുക്ക് പെട്രോൾ ഇല്ല. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് ആപ്പിൾ ജ്യൂസ് അല്ലേ നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് പെട്രോളിന്റെ ലിഡ് തുറന്ന് ഒഴിച്ചു കൊടുക്കും. ആപ്പിൾ ജ്യൂസ് നല്ലതല്ലേ? പക്ഷെ പെട്രോളിൽ ലിഡ് തുറന്നിട്ട് ആപ്പിൾ ജ്യൂസ് പെട്രോളിൽ വന്ന് ഒഴിക്കോ? ഇല്ല. ആപ്പിൾ ജ്യൂസ് നല്ലതാണ്, പക്ഷെ വണ്ടിക്ക് അത് റൈറ്റ് അല്ല. മനസ്സിലായ? ഇതേപോലെ ഈ അന്ത്യനാളുകളിൽ ദൈവമക്കൾ ബൈബിളിലെ നല്ലതുകളിൽ നിന്ന് ശരിയായി തിരഞ്ഞെടുത്തില്ല എങ്കിൽ അവർക്ക് അപകടം. ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഓൾമോസ്റ്റ് ഓൾ എക്സെപ്റ്റ് അതേഴ്സ്, മറ്റുള്ളവരുടെ വാക്കുകൾ അതൊഴിച്ച് ഓൾമോസ്റ്റ് ഓൾ നമ്മൾക്ക് നല്ലതാണ്, പക്ഷെ അത് റൈറ്റ് അല്ല. ഇപ്പോൾ ഞാൻ ശ്രദ്ധിക്കണം. അവൻ പറഞ്ഞു വീണ്ടും മറ്റൊരു വീട് തപ്പിട്ട് കിട്ടിയില്ല. സൈക്കോളജി 5:17 ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. അപ്പൊ ഈ ഇരിക്കുന്നതാണ് പഴയത് അല്ലെ? പഴയത് സ്വർഗ്ഗത്തിൽ കയറില്ല. ആ തിരിച്ചറിവ് വേണ്ടേ നമുക്ക്? ഇത് സമയം കൊടുക്കണ്ടേ? പഴയത് സ്വർഗ്ഗത്തിൽ കയറില്ല. ഇതാ ഞാൻ സകലം പുതിയതാക്കി വയ്ക്കുന്നു. നീ പുതിയതിലേക്ക് വന്നാൽ നമുക്ക് സ്വർഗ്ഗത്തിൽ കയറാം. നമുക്കറിയാം. പക്ഷെ പഴയത് നല്ലതാണ്, മരണോടൊക്കെ ഒരു സംഭവമാണ്, ഉഗ്രസാണ്. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനത്തിൽ ലൂക്കോസ് 16:16 ഇങ്ങനെയൊന്ന് കാണിച്ചിരിക്കുന്നത്, ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും കാലം. അതായത് ഈ പഴയ ഉടമ്പടി പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന മേജർ പുസ്തകങ്ങൾ വീഴ്ചയ്ക്ക് ശേഷമുള്ള അതിന്റെ കാലം യോഹന്നാൻ വരെ ഉള്ളൂ. അതൊക്കെ നല്ലതാണ്, അതൊക്കെ നല്ലതാ. പക്ഷേ നിനക്കതല്ല. എന്റെ ഒപ്പം പറഞ്ഞേ, നിനക്കതല്ല. അന്ന് മുതൽ ദൈവരാജ്യം അവിടുത്തെ വീട് പോലെ സുവിശേഷമായി അറിയിച്ചു വരുന്നു. ദൈവരാജ്യം സുവിശേഷമായി അറിയിച്ചു വരുന്നു. നിനക്ക് വേണ്ടതാ, നിനക്ക് റൈറ്റാണ്. ഇനി ഒരു കാര്യം മാത്രമേ നിലനിർത്തത്തുള്ളൂ, ഇളകാത്ത രാജ്യം. നിനക്ക് വേണ്ടതാ, പക്ഷെ നിനക്ക് വിവരമില്ലെങ്കിൽ നീ ഇതെല്ലാം കയറി വാരി വലിച്ചെടുക്കുന്നു. അവസാനം നീ പുറത്തു പോകും. നിൽക്കുന്നതൊന്നേയുള്ളൂ ഇളകാത്ത രാജ്യമാ, എൻ സ്വന്ത ഭവനമാ ദൈവത്തിൽ രാജ്യമേ. നിൽക്കുന്നതൊന്നേയുള്ളൂ ഇളകാത്ത രാജ്യമാ, എൻ സ്വന്ത ഭവനമാ ദൈവത്തിൽ രാജ്യമേ. ഈ കാണുന്നതെല്ലാം കാണുന്നോടത്താണ് ഈ കാണുന്നതാണ് പഴയ. ഇവന് തൽക്കാലത്തേക്കുള്ള ഒരു കെയറിങ് കൊടുത്താൽ മതി, ഇവന് നിർത്താൻ പറ്റത്തില്ല.
ഇതിനെ സൂക്ഷിക്കാനാണ് ന്യായപ്രമാണവും പ്രവാചകന്മാരൊക്കെ നൽകിയത്. ഈ പുതിയ സൃഷ്ടിയുടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിത്യാവിശ്വാസ പ്രമാണം അറിയുന്നുണ്ട്. നല്ലതാ, നല്ലതാ. ഒരു ജാതീയ ചക്രവർത്തി, കോൺസ്റ്റന്റൈൻ ആണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ക്രിസ്തു മതത്തിലേക്ക് മതം മാറി വന്നപ്പോ തന്റെ നാട്ടിലൊക്കെ ക്രിസ്ത്യാനികൾ വേണം. അപ്പോ ഈ ബഹളം അവസാനിപ്പിക്കാൻ വേണ്ടി തന്റെ രാജ്യത്തിന്റെ ഐക്യതയോ അഖണ്ഡതയോ ഒക്കെ കാത്തുസൂക്ഷിക്കാൻ വേണ്ടി ഇദ്ദേഹം 325 മെയ് മാസം 1-ാം തീയതി മുതൽ 3 മാസം നീണ്ടു നിൽക്കുന്ന, അദ്ദേഹം തിരിച്ചുണ്ടാകും 3 മാസം നീണ്ടു പോകും, ഒരു കൗൺസിൽ വിളിച്ചു. അതായിരുന്നു നമ്മുടെ ഭാഷയിൽ 1-ാമത്തെ സുനദോസ്. എന്നിട്ട് അതിലൂടെ അവരൊരു വിശ്വാസം പ്രഖ്യാപനം നടത്തി. 3 മാസം അവസാനം ഒക്കെ നല്ലതാ, എല്ലാം നല്ലതാ. അതിൽ എഴുതിയിരിക്കുന്നത് ഓൾമോസ്റ്റ് എല്ലാം നല്ലത് തന്നെ. എനിക്ക് അറിയാമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അത് നാം വിശ്വസിച്ചുകൊണ്ട് നമ്മളെ ഉപയോഗിക്കുന്നില്ല. അത് നല്ലതാ. പക്ഷെ അതിലില്ലാത്ത കാര്യം എന്നറിയാമോ? കർത്താവ് യേശു എന്നാ പറഞ്ഞു? സ്വർഗ്ഗാധികാരണം എന്നാ വേണമെന്ന് പറഞ്ഞേ? 7:20 എന്നാ വേണമെന്ന് പറഞ്ഞേ? എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന എവരും അല്ല, പിന്നെ സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് സ്വർഗ്ഗത്തിൽ കയറുന്നത്. ഈ സംഭവം ഈ സാധനം പിതാവിന്റെ ഇഷ്ടമെന്ന സാധനം നിത്യാവിശ്വാസപ്രമാണത്തിൽ ഇല്ല. ഇതാണ് എല്ലാ സഭയും ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ സഭയും ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇതാ. പിതാവിനെ വിശ്വസിക്കുന്നു, പുത്രനെ വിശ്വസിക്കുന്നു, പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കുന്നു, കാത്തോലിക്ക സഭയും ഞങ്ങൾ വിശ്വസിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഒക്കെ നല്ലതാ, ഇതൊക്കെ നല്ലതാ. പക്ഷെ റൈറ്റ് ആയിട്ടുള്ളതുണ്ടോ? അമ്മച്ചി മുന്തിരി ജ്യൂസും ഉണ്ടെന്നു, ഓറഞ്ച് ജ്യൂസും ഉണ്ടെന്നു, ഇതൊക്കെ നല്ലതാണ്. ഞാൻ മുന്തിരി ജ്യൂസ് എന്റെ കൊച്ചിന് കൊടുത്തു, ഓറഞ്ച് ജ്യൂസ് എന്റെ മോക്ക് കൊടുത്തു. പക്ഷെ വണ്ടി ഒഴിക്കാൻ ഇതിനും പോരാ. ഇത് റൈറ്റ് ആയിട്ടുള്ളതാണ്. സ്വർഗ്ഗരാജ്ഞിയാണെങ്കിൽ യേശു കർത്താവ് പറഞ്ഞത് എന്നെ സ്വർഗസ്ഥനായ പിതാവിനെ ഇഷ്ടം ചെയ്യണമെന്നാണ്. അത് എന്റെ കയ്യിൽ ഇല്ലായെങ്കിൽ, അതെനിക്ക് അറിയത്തില്ലായെങ്കിൽ ഞാൻ വിശ്വാസം പറഞ്ഞിട്ട് എന്താ കാര്യം? അവസാനം കർത്താവ് കേൾക്കാം. തുടർന്ന് അടുത്ത ഗ്രൂപ്പ് വന്ന് അഭിഷേകം പ്രാപിച്ചവരാ, ദൈവദാസന്മാരാ. അവര് പറഞ്ഞത് ഞങ്ങൾ നിന്റെ നാമത്തിൽ ചെയ്ത വേലകളാണ്. രോഗസൗഖ്യങ്ങൾ, പ്രവചനം, ഡെലിവറൻസ് മിനിസ്ട്രി, ഇതൊക്കെ നല്ലതാണ്. അത് നല്ലതിൽ നിന്ന് നാം എന്ത് ചെയ്യണം? ശരിയായി തിരഞ്ഞെടുക്കണം. സഭയ്ക്ക് ദൈവം തന്നെ തോന്നുന്നു. നല്ലതിൽ നിന്ന് ശരിയായി തിരഞ്ഞെടുക്കണം. അല്ലെങ്കിൽ ഇന്നലെ ആരോ അവർ സഹോദരൻ എവിടുന്നോ എനിക്ക് മെസ്സേജ് ഇട്ടു, കേൾക്കുന്നു, സാറേ ഒന്ന് റെക്കമെൻഡ് ചെയ്യണം, സാറിന് പരിചയമുള്ള കമ്പനികളാണ്. ഞാൻ പറഞ്ഞു എന്റെ പരിചയമുള്ള കമ്പനികള് ഇന്നതൊക്കെയാണ്. അവര് പ്രിന്റർ, പോർട്ടർ, എയർ കണ്ടീഷണർ ഇതൊക്കെ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് അവർക്ക് ചെയ്യാൻ പറ്റുമോ? അപ്പൊ അദ്ദേഹം പറഞ്ഞില്ല, ഞാൻ സൂപ്പർവൈസ് ചെയ്യുന്ന ടൈപ്പുള്ള ഒരു കമ്പനിയിലായിരുന്നു. ഞാൻ തിരിച്ചു പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ ആ രീതിയിലുള്ള പണികളുള്ള കമ്പനികൾ ഗൾഫിൽ ഇങ്ങനെയുള്ള ഡിഗ്രി ഒന്നും വേണമെന്ന് പറഞ്ഞില്ല. അവിടെ പണി ചെയ്യണവരെ വേണ്ട, അത് പണിയല്ല. അവർ സാമാൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഡിഗ്രി ഉണ്ടാവുന്ന ഇതൊന്നും വലിയ കാര്യമില്ല, പണി അറിയണം. അതുകൊണ്ട് കാര്യം ചെയ്യാം. അവിടെയുള്ള ക്ലാസിഫൈഡിൽ വരുന്ന അഡ്വർടൈസ്മെന്റ് നിങ്ങൾ ആപ്ലിക്കേഷൻ ഇപ്പൊ പറഞ്ഞ കാര്യം, എനിക്ക് എന്താ കുറെ സംഭവങ്ങൾ എനിക്കുണ്ട്, അതുകൊണ്ടൊന്നും നമുക്ക് ലക്ഷ്യത്തിലെത്തത്തില്ല. നമുക്ക് റൈറ്റ് ആയിട്ടുള്ള കാര്യം ഉണ്ടെങ്കിൽ ലക്ഷ്യത്തിൽ എത്തുന്നു. അപ്പൊ എപ്പോഴും ശ്രദ്ധിച്ചോളണം, നമുക്ക് പ്രമാണം, ലക്ഷ്യ പ്രമാണം നമ്മൾ തള്ളൊന്നും വേണ്ട. അത് പറഞ്ഞിരിക്കുന്ന കാര്യമൊക്കെ ശരിയാണ്. അല്ല ചില ചെറിയ വെച്ചു വെച്ച കാര്യങ്ങൾ കണ്ടുള്ളൂ. അല്ലെങ്കിൽ അതൊന്നും ശിശുക്കളോട് ഒന്നും മനസ്സിലാകുന്നില്ല.
അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ പ്രമാണം എന്ന് പറയും. പ്രമാണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പ്രമാണിക്കാൻ നമുക്ക് തന്നിട്ടുള്ള സംഭവം. പലപ്പോഴും കമ്പനി വയ്ക്കാറില്ല, പ്രമാണമുണ്ടോ? ഞാൻ പ്രമാണികൾ തിന്നേ എന്തു പറയണേ? എന്താണ് കാരണന്മാര് പറഞ്ഞിരിക്കണേ എന്നത്. അപ്പോ നമ്മളുടെ പ്രമാണം എന്ന് പറയുന്നത് യേശുക്രിസ്തു സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം. എന്താ പിതാവ് പറഞ്ഞു? എന്താ പിതാവിന്റെ ഇഷ്ടം? നമ്മൾ ശ്രദ്ധയോടെ മനസ്സിലാക്കണം, അല്ലെങ്കിൽ നമ്മൾ ഔട്ടായി പോകും. അവസാനം ഇതുപോലെ കുറെ നല്ലത് കൂടെ മതിയല്ലോ. യേശുവിന്റെ കർത്താവെന്ന് പറഞ്ഞു, രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, പ്രവചിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ചെല്ലും. നല്ലത് കൂടെ ഞങ്ങള്. പക്ഷെ പറഞ്ഞത് അതുകാരെ പറ്റില്ല. എന്നെ കളക്ടറാക്കോ? ഞാൻ ബിടെക് പാസ്സായി, വേറെ ഞാൻ MBBS പാസ്സായി, ഞാൻ MBA പാസ്സായി. നിങ്ങൾ എല്ലാം വളരെ നല്ലതാ. പക്ഷെ ഇതൊന്നും കളക്ടറായ റൈറ്റ് ആയിട്ടുള്ള മനസ്സിലാക്കി. എന്റെ വീട്ടിലെ സ്വർഗത്തില് നമ്മുടെ അപ്പച്ചന്റെ ഇഷ്ടം. ദൈവത്തിന്റെ വചനം പറയുന്നൊരു കാര്യം ഞാൻ ചിന്തിക്കുന്നു. 1 പത്രോസ് 2 പത്രോസ് 1:17 ഞാൻ ചിന്തിക്കുകയാണ്. 17 ഭാഗങ്ങൾ എഴുതിയിട്ടുണ്ട്. പറയാം, ഞങ്ങൾ വിശുദ്ധ പർവ്വതത്തിലിരിക്കുമ്പോൾ ഇത് കണ്ട സാക്ഷികളായിട്ടാണ് ഞങ്ങൾ പറയുന്നത്. ഇത് കണ്ട സാക്ഷികൾ. വിശുദ്ധ പർവ്വതത്തിലിരിക്കും ഞങ്ങൾ കണ്ടു, തേജസ്സിൽ ഞങ്ങൾ കണ്ടു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനെ ചെവി കൊടുപ്പേൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന അത്യുന്നതത്തിൽ നിന്ന്, സ്വർഗത്തിൽ നിന്നൊരു സ്വരം സംസാരിക്കുന്ന ഞങ്ങൾ കേട്ടു. ഞങ്ങൾ മഹിമ കണ്ട സാക്ഷികൾ. മഹിമ കണ്ട സാക്ഷി. എന്താണ് പിതാവിന്റെ ഇഷ്ടം? യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ കുറെ കാണാൻ കഴിയും. ദൈവത്തിന് ഇഷ്ടപ്പെട്ട പ്രവൃത്തിയോ തന്റെ പുത്രനെ വിശ്വസിക്കുകയാണ്. ഇത് കേട്ടപ്പോ എന്റെ ആശ്വാസമായിരുന്നു. ഇനിയാണ് അടുത്ത ദിവസം പുത്രനെ എന്നെ വിശ്വസിക്കാൻ. 2-ാം സങ്കീർത്തനം പറയുന്നു, നിങ്ങൾ വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരുപ്പാൻ യഹോവ ദൈവം പറയണം, പുത്രനെ ചുംബിക്കുക. അപ്പൊ നമ്മളിപ്പോ എവിടെയാ? വഴിയില. വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരുപ്പാൻ പുത്രനെ. ലൂക്കോസ് സുവിശേഷം 9:35 സ്വർഗസ്ഥ പിതാവ് ഈ പ്രമാണം നമുക്ക് തന്നെ, പുത്രനെ ചുംബിപ്പിൻ, പുത്രനെ വിശ്വസിപ്പിൻ. എങ്ങനെയാണ് പുത്രനെ ചുംബിക്കുന്നത്? എങ്ങനെയാണ് പുത്രനെ വിശ്വസിക്കുന്നത്? വായിച്ചേ, എടുത്തേക്കൊന്ന് വായിച്ച് 9:35. ശ്രദ്ധിച്ച്, എന്റെ ദൃഷ്ടിയിൽ ഇതാണ് ഒന്നാമത്തെ സുവനോദോസ്. എന്റെ ദൃഷ്ടി, ഞാൻ ആദ്യം പറഞ്ഞ മനുഷ്യന്റെ ദൃഷ്ടിയിൽ ഒന്നാമത്തെ സുവനോദോസ് 7:3. എന്റെ ദൃഷ്ടിയിൽ ഇതാണ് ഒന്നാമത്തെ കൗൺസിൽ സുവനോദോസ്. ആ സുവനോദോസിൽ കമാൻഡിംഗ് പവറുള്ള ഒരു ഓഫീസറെ പോലെ ഒരാളുണ്ടായിരുന്നു. പുള്ളി സംസാരിച്ചത് ഭൂമിയിലല്ല, സ്വർഗത്തിൽ നിന്ന് സംസാരിച്ചു. ആരുടെ അധ്യക്ഷതയിലാണെന്ന് അറിയാമോ? തന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ അധ്യക്ഷതയിൽ സംസാരിച്ചു. ആരോട് സംസാരിച്ചു? പുതിയ ഉടമ്പടിയുടെ അടിസ്ഥാന കല്ലുകളായ അപ്പോസ്തലന്മാരോട് സംസാരിച്ചു. ആരും നിസ്സാര വ്യക്തിയല്ല. ഹല്ലേലൂയ. AD 320 നൈസിയൻ കൗൺസിൽ, ആ കൗൺസിൽ ഉണ്ടായ മുഴുവൻ സാധാരണ മനുഷ്യരാണ്. പക്ഷെ ഇവിടെ പുതിയ ഉടമ്പടിയിലുള്ള ആളുകളുണ്ട്,
പഴയ ഉടമ്പടിയിലുള്ള ആളുകളുണ്ട്, ഈ ടെറിട്ടറിയിൽ പെടാത്ത സ്വർഗത്തിലുള്ള ആളുകളുണ്ട്. ഇതിലെ ഓപ്ഷൻ പിതാവും പുത്രനും. ഹല്ലേലൂയ. ഈ ഭൂമിയിലെ ഈ ടെറിട്ടറിയിൽ പെടാത്ത നിത്യമായ ദൈവരാജ്യത്തിലെ രണ്ടുപേർ, ഒരാൾ ഭൂമിയിൽ, ഒരാൾ സ്വർഗത്തിൽ. പിന്നെ പഴയ ഉടമ്പടിയുടെ വ്യക്താക്കളായ ന്യായപ്രമാണവും പ്രവാചകന്മാരും അവർ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടത് അവരിൽ നിന്നുകൊണ്ട്. പിന്നെ അടുത്തത് പുതിയ ഉടമ്പടിയിലെ യേശുക്രിസ്തുവിന്റെ ഏറ്റവും ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന 3 അപ്പോസ്തലന്മാർ. ഹല്ലേലൂയ. പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, 3 പേര്. ഇവര് കൂടി നിൽക്കുമ്പോഴാണ് നമുക്ക് പ്രമാണം കിട്ടിയത്. ആ പ്രമാണം എന്താണെന്നറിയാമോ? ഒറ്റ വാക്ക് പറഞ്ഞു, ഇത് നീട്ടി പിടിച്ചൊന്നും പിതാവ് പറഞ്ഞില്ല. എന്തായിരുന്നു ആ പ്രമാണം? ഇവൻ ആരാന്നറിയോ? ആദ്യം നിങ്ങൾ അതിന്റെ കൺഫ്യൂഷൻ ആദ്യം മാറ്റിയ എന്ന അർത്ഥത്തിലാണ് പറഞ്ഞത്. ഇവൻ എന്റെ മകനാണ്. ആദ്യം മനസ്സിലാക്കി. ഇനി രണ്ടാമത്തെ കാര്യം, ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ പ്രമാണം, ഇവന് ചെവി കൊടുത്തോണം. ഇതാണ് ക്രിസ്തീയ സഭയുടെ പ്രമാണം. മനസ്സിലായോ? ഇതാണ് സ്വർഗത്തിലെ നമ്മുടെ അപ്പൻ തന്റെ പുത്രനായ ക്രിസ്തുവിനെ നിർത്തിക്കൊണ്ട് അപ്പോസ്തലന്മാരോട് പറഞ്ഞ പ്രമാണം. ഇവന് ചെവി കൊടുത്തേ. ഇവന് ചെവി കൊടുത്തേ. അവനാണ് നമുക്ക് പ്രമാണം. ആരെ? ക്രിസ്തുവാണ് നമുക്ക് പ്രമാണം. അല്ലെ, ക്രിസ്തുവിന്റെ പേരിൽ നിൽക്കുന്ന ഒരു കൂട്ടം ജനത്തെ അല്ല അപ്പന് വേണ്ടത്. ക്രിസ്തുവിനെ പോലെ ആയിത്തീരുന്ന ഒരു കൂട്ടം. അത് നമ്മുടെ ഡ്രസ് കോഡിലൂടെ അല്ല, നമ്മുടെ അവതരണത്തിലൂടെ, അഭിനയത്തിലൂടെ അല്ല. നമ്മൾ ചുമ്മാ നിന്നാ മതി. ദൈവം നമ്മളോട് ചുമ്മാ നിന്നാ നമ്മൾ ദൈവത്തെ കാണും. കാണേണ്ടതില്ല. എനിക്കറിയാമോ ഈ വ്യത്യാസം എന്താ തിരിച്ചറിയാമോ? 2 ടൈപ്പുള്ള വ്യവസായങ്ങളുണ്ട് ദൈവസഭയിൽ. ഒന്ന് പാട്ടിന്റെ സ്പീഡ് കൊടുക്കും, കളിയാക്കി പറഞ്ഞതല്ല. പലപ്പോഴും അഭിഷേകം റൈറ്റ് ഉണ്ട്, റൈറ്റ് അല്ലാത്തത്. ഇത് നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. ഇത് എല്ലാവർക്കും ഉള്ളതാണ്. പ്രത്യേകിച്ച് ഇതാണ് ജഡത്തിലുള്ള ഒരു മനുഷ്യനുള്ളതാണ്. ഇത് പഴയ സൃഷ്ടിക്കുള്ളതാണ്. ഞാൻ സർവ്വ ജഡത്തിന്റെ മേലും ഇതിന്റെ ആത്മാവ്, സർവ്വ ജഡത്തിന്റെ മേലെ എന്റെ ആത്മാവിനെ പകരും. ഇത് ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ അല്ല. എനിക്ക് നിങ്ങൾക്ക് സ്വകാര്യം കിട്ടുമെന്നുള്ളത്. ഇത് ജോലി ചെയ്യാൻ വേണ്ടിയാണ്, എംപവർമെന്റ്. മനസ്സിലായോ? അത് സ്വകാര്യം കിട്ടും. അതുകൊണ്ട് അവർ പറഞ്ഞു എന്നാമത്തെ രോഗികളെ സൗഖ്യമാക്കി ഭൂതങ്ങളെ പുറത്താക്കി പ്രവചിച്ചു. തീർച്ചയായും അഭിഷേകമുള്ളവരാ. പക്ഷെ ഓരെണ്ണം സ്വകാര്യം കേറിയില്ല. ഇതുകൊണ്ട് നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് ആത്മീയത. ഇതല്ല ആത്മീയത, ഇത് അഭിഷേകമാണ്. ജഡത്തിന്റെ മേൽ ഒരുവന് ആത്മീയ ജോലി ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം കൊടുക്കുന്ന അഭിഷേകമാണിത്. ഇത് വേണ്ടതാണ്, ഇത് നല്ലതാണ്. ഇത് വേണ്ടതാണ്, ഇത് നല്ലതാണ്. പക്ഷെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ റൈറ്റ് അല്ല. ഇതാണ് നല്ലത്, ഇത് റൈറ്റ് തന്നെ. അല്ലെങ്കിൽ ഇതാണ് നല്ലതാണ്. ഇതൊരു അപ്പോസ്തലന്മാരുടെ 1-ാം അധ്യായത്തിൽ പറയുന്നത് 8-ാം വാക്യത്തിൽ, ഇതാ ഉന്നതത്തിൽ ഒരു ശക്തി വരുന്നത് വരെ നിങ്ങൾ ജെറുസലേം വിട്ടുപോകരുതെന്ന് പറഞ്ഞിട്ട് പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ജെറുസലേമിലും യഹൂദിയായാലും ശമരിയായാലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും. അതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ വിളിച്ചോ. അതിനുശേഷം സ്വർഗ്ഗരാജ്യത്തിൽ കയറും. ഇത് നമ്മൾ സാക്ഷികളാകാൻ വേണ്ടിയുള്ള എംപവർമെന്റ് ആണ്. ഹല്ലേലൂയ. അത് നമ്മുടെ ഈ പുറമേയുള്ള ശരീരമില്ലേ, ഈ ശരീരം, ഇത് പലപ്പോഴും ഞാൻ കാണാറുണ്ട്. ചിലപ്പോ നിരന്തരം സംസാരിച്ച് ഒരു ശബ്ദവും ഇല്ല.
ഇതിലിരിക്കുമ്പോൾ എന്റെ ദൈവമേ ഞാൻ എങ്ങനെ സംസാരിക്കുമ്പോൾ വാ തുറക്കുമ്പോഴാണ് ഉടനെ വീണ്ടും എംപവർമെന്റ്. മനസ്സിലാവുക? വീണ്ടും ശക്തീകരിച്ച് വീണ്ടും നമ്മളെ ഉപയോഗിക്കുക. ആ അഭിഷേകത്തിന്റെ ശക്തി നമ്മൾക്ക് ബലം തരും. ഹല്ലേലൂയ. അഭിഷേകം നമ്മൾ ഈ ലോകത്തിൽ പിശാചുവായിരുന്ന ഈ ലോകത്തിൽ അവനെ അതിജീവിച്ച് ജയിച്ച് മുന്നേറാനുള്ള എംപവർമെന്റ്. അത് നല്ലതാണ്, അത് വേണ്ടതാണ്. അതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത്. അത് സ്വർഗ്ഗത്തിൽ കയറാനുള്ള ടോക്കണാണ്. അത് പഴയ മനുഷ്യന്റെ നിലയിൽ വായിച്ചു അത് കറക്റ്റ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മളെ തന്നെ ചെക്ക് ചെയ്യാം. ഇത് രണ്ടും നിലയിൽ പ്രവർത്തിക്കുന്നുണ്ടോ? ഒന്ന് മാത്രമേ ഉള്ളൂ. 1:8 വായിച്ചു. പരിശുദ്ധാത്മാവ് എവിടെ വരുന്നു? നിങ്ങളുടെ മേലെന്ന് പറയുന്ന സ്ഥലം ഞാൻ തൊട്ട് നോക്കി. ഇവിടെ എല്ലാവരും തൊട്ട് നോക്കി. മേൽ, എന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ മേൽ വന്നു ഇല്ലേ? ഹല്ലേലൂയ. ഇനി അടുത്ത കുറച്ചധികം വേറെ വിധം വായിക്കും. അപ്പൊ പരിശുദ്ധാത്മാവ് മേലല്ല തന്നെ ഉള്ളിയിലുണ്ട്. ഹല്ലേലൂയ. രണ്ട് തലവാ. ഇത് മക്കൾ ദൈവമക്കളെ തിരിച്ചറിയണം. ഹല്ലേലൂയ. ഇത് പരിശുദ്ധാത്മാവ് മേൽ വരികയാണ്. എന്നാൽ ജഡത്തിന്റെ മേൽ അന്ത്യകാലത്തെ സർവ ജഡത്തിന്റെ മേൽ എന്റെ ആത്മാവിനെ പകരും. എന്റെ സഹോദരന്മാർ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഇത് സ്വർഗ്ഗത്തിൽ കയറാവുന്ന ടോക്കൺ ഓഫ് റിസർവേഷനാണ്. അല്ലേ? ഇത് വേണ്ടതാണ്, ഇത് നല്ലതാണ്, ജോലി ചെയ്ത് ആവശ്യമാണ്. ഹല്ലേലൂയ. ഇതുണ്ടെങ്കിൽ നന്നായി ജോലി ചെയ്യും. ഹല്ലേലൂയ. മേൽ വരുമ്പോ വായിക്കും. ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാണ്. അവിടെ നമുക്ക് എന്നാ ലഭിക്കും? ശക്തി ലഭിക്കും. ഇത് ചെയ്യാനുള്ള ശക്തി. ഇതുകൊണ്ടാണ് ലൂക്കോസ് സുവിശേഷം അവസാന ഭാഗങ്ങളിൽ കർത്താവ് പറഞ്ഞൊരു കാര്യം, ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കാതെ നിങ്ങൾ ജെറുസലേം വിട്ട് പോകരുത്. കാരണം പിശാചുമായുള്ള മണ്ഡലം. ഈ ശക്തി ഇല്ലാതെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവൻ നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയണം. പക്ഷെ ഈ ശക്തി പ്രാപിച്ചുകൊണ്ട് വേണം ഒരു ശുശ്രൂഷ, ഏതൊരു ശുശ്രൂഷ ഈ ശക്തി പ്രാപിച്ചു വേണം മുന്നോട്ടേക്ക് പോകാൻ. എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഇത് നമ്മുടെ മണ്ണാങ്കട്ടയായി പോകുന്ന ഉള്ളിൽ പുറത്തെ ശരീരമായിട്ട് ബന്ധത്തിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ ശരീരവും സോളുമായിട്ടുള്ള ബന്ധത്തിൽ കയറുകയാണ്. എന്നാൽ സ്വർഗത്തിലെ അപ്പച്ചൻ പറഞ്ഞ സംഭവം, ഇവനെന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പി. ആ ചെവി കൊടുക്കുന്ന സംഭവമാണ് ദൈവിഷ്ടം. മനസ്സിലാവുന്നുണ്ടോ? ഇത് സഭകളിൽ ചോദിച്ചാൽ ഇവന് ചെവി കൊടുക്കാൻ പറഞ്ഞു. ഇവനെന്നെ പറഞ്ഞു ഇതങ്ങനെ അറിയണം. അവൻ എന്തായി പറഞ്ഞേ? ഇതാണ് അപ്പച്ചൻ പറഞ്ഞ വേറൊരു ഭാഗം. എല്ലാം അതിനെ കോട്ടി അതിനാണ് പറയുന്നത്. കർത്താവിന്റെ ഉപദേശത്തിൽ നിൽക്കാത്തവന് ദൈവം ഇല്ല. അതല്ലേ മത്തായി 7:20 കാണിച്ചത്. എന്റെ അപ്പനെ കൂടി ജീവിക്കാൻ കഴിയില്ല. പ്രവേശനമില്ല. അപ്പൊ ഇവർക്ക് എന്നെ അറിഞ്ഞുകൂടാ? കർത്താവിന്റെ ഉപദേശം അറിഞ്ഞുകൂടാ. ഇതാണ് യേശു പറഞ്ഞു, എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്ന എവരുമല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്തവരെ സ്വർഗ്ഗരാജ്യം പ്രവേശിക്കുള്ളൂ. അപ്പൊ തന്റെ ജീവിതം മുഴുവൻ താൻ എന്നാ പറഞ്ഞേ? പിതാവിന്റെ ഇഷ്ടമാണ് പറഞ്ഞേ. പക്ഷേ ആളുകൾ അത് ശ്രദ്ധിച്ചില്ല. മനസ്സിലായോ? ആളുകൾ അത് ശ്രദ്ധിച്ചില്ല. എപ്പോഴും നമുക്ക് റോൾ മോഡൽ ക്രിസ്തു. ആ ക്രിസ്തുവിന്റെ വാക്കുകൾ ശ്രദ്ധിച്ചോളാം. ലോകത്തെ ജനത്തെ, എസ്പെഷ്യലി ഇന്ന് ഞാൻ മനസ്സിലാക്കിയത് സഭയിലെ ദൈവദാസന്മാരെ ഒരു 90-90% ശ്രദ്ധിക്കുന്നു. പകരം വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു ക്രിസ്തുവിനെ ഞാൻ വിലാസമായി കുറച്ച് കാണിച്ചതല്ല. പകരം മനസ്സിലാക്കുക, ഈ ലോക ജീവിതത്തിൽ നമ്മൾ ക്രിസ്തുവിന്റെ അതേ റോൾ മോഡലായിട്ട് നമുക്ക് പറയാൻ പറ്റണം. നമുക്ക് പറയാൻ പറ്റണം. പൗലോസ് പറഞ്ഞതുപോലെ, ഞാൻ ക്രിസ്തുവിന്റെ അനുഗാമിയായിരിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ അനുഗാമികൾ. ഹല്ലേലൂയ. വ്യക്തിയോട് പറയണം. ഹല്ലേലൂയ. ജനത്തോട് പറയണം. ഹല്ലേലൂയ.
എപ്പോഴും ചേഞ്ചിന് നമ്മൾ തയ്യാറായിരിക്കണം. അനുദിനം മനസ്സ് പുതുക്കി രൂപത്തിന് അന്തരം വരുത്തി മാറ്റം 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 തയ്യാറാണ്. കാരണം നിങ്ങളുള്ള സാക്ഷിയായിരിക്കും നാളെ കുറെ കൂടി ക്രിസ്ത്യാനികളാണ്. ഹല്ലേലൂയ. ഇന്നലെയുള്ള സാക്ഷിയല്ല ഇന്നുള്ള സാക്ഷിയല്ല നാളെ. ഓരോ ദിവസവും ക്രിസ്തുവിൽ വളർന്നിട്ട് ക്രിസ്ത്യാനികൾ ഇത് സത്യം കാര്യത്തിൽ ഇത് നിങ്ങൾ ചെക്ക്. ഇത് നിങ്ങളിൽ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഓർത്ത്, എന്റെ മക്കളെ ഈ ശബ്ദപരിധിയിൽ എന്നെ കേൾക്കുന്ന നിങ്ങളെയും ഓർത്ത് ഞാൻ സന്തോഷിക്കുന്നു. ഇതുണ്ടോ നോക്കുക. ഇതിപ്പോ ജനത്തിന്റെ മുകളിലുള്ള വിഷയമാണ് അല്ലേ? എന്നാൽ യേശുക്രിസ്തു പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ. അത് ജനത്തിന്റെ മുകളിലല്ല. അത് ജനത്തിന്റെ മുകളിൽ കിട്ടുന്ന അഭിഷേകം ദാസന്മാർക്കുള്ള വേല ചെയ്യുന്ന വേലക്കാർക്കുള്ള ശക്തിയാണ്. എന്നാൽ എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളത്തിൽ നിന്നും മനോരമയും മംഗളവും ചക്കച്ച അച്ഛൻ പറയുന്നതല്ല, തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ആ ഒരു നദി പല നദിയായി ഒഴുകും, പുറത്തേക്ക് ഒഴുകും. വിശ്വസിക്കുന്ന ഉള്ളിൽ നിന്ന്. ഇത് ദാസന്മാർക്കുള്ളതല്ല, ഇത് പുത്രന്മാർക്കുള്ളതാണ്. ഈ ഒരു തിരിച്ചറിവുണ്ടാണ്. ഇത് പുത്രന്മാർക്കുള്ളതാണ്. ഹല്ലേലൂയ. ദാസന്മാർക്കുള്ള ജഡത്തിന്റെ മുകളിലുള്ള പല ഉടമ്പടിയുടെ കാലത്തുണ്ടായിരുന്നു. ശിംശോന്റെ മേൽ ദൈവത്തിന്റെ അഭിഷേകം വരുന്നു, ദാവീദ് ദൈവത്തിന്റെ അഭിഷിക്തനാണ്, പല പല പ്രവാചകന്മാർ ദൈവത്തിന്റെ അഭിഷിക്തനാണ്. പക്ഷെ ഇവരുടെ ആരുടെ ഉള്ളിൽ നിന്ന് ജീവജല നദിയില്ല. മനസ്സിലാവുന്നുണ്ടോ? All are spiritually dead. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പോ നമ്മൾ വാക്യം നമ്മള് യോഹന്നാൻ 7:37 മുതൽ വായിക്കുമ്പോൾ യേശുക്രിസ്തു പറയുന്ന സ്വർഗ്ഗസ്ഥ പിതാവ് എന്താ പറഞ്ഞത് പുത്രനെ കുറിച്ച്? ഇതാ ഒരു ഭാഗത്ത് പറയുന്നു, യോഹന്നാൻ സുവിശേഷം ഒരു ഭാഗത്ത് പറയുന്നു, ദൈവത്തിന് ഇഷ്ടപ്പെട്ട പ്രവൃത്തിയോ തന്റെ മകനിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഇവിടെ മകൻ പറയുന്നു, എന്നെ വിശ്വസിച്ചാലുള്ള തെളിവ് ഇതാ. എന്നെ വിശ്വസിച്ചാലുള്ള തെളിവ് ആ വ്യക്തിയുടെ ഉള്ളത്തിൽ നിന്നും തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ വായിച്ചു. വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ. ഇത് എന്റെ മക്കളെ, നിങ്ങൾ ദേവദാസന്മാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ഞാൻ സ്നേഹത്തോടെ റെസ്പെക്ടോടെ പറയാം, നമ്മളെ തന്നെ പരിശോധിക്കുക. എനിക്ക് അഭിഷേകം മാത്രമേ ഉള്ളൂ, അതോ ഈ ഒരു സംഭവം എന്റെ അകത്തുനിന്ന് ഉണ്ടോ എന്ന് നമ്മളെ തന്നെ പരിശോധിക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഇതില്ല എങ്കിൽ നമ്മൾ ചുമ്മാ ഉണ്ട്. നമ്മൾ യേശുവിൽ വിശ്വസിച്ചിട്ട്, യേശു വിശ്വസിക്കുക എന്ന് പറയുമ്പോ അവിടെ ഉത്ഭവിക്കുന്നത് ഒരു ഗർഭസ്ഥ ശിശുവിന്റെ അവസ്ഥ. ഇത് തിരിച്ചറിയണം. ഗർഭസ്ഥ ശിശു വയറ്റിലുണ്ടോ എന്ന് സഹോദരിമാരെ ഒരു 1.5 മാസം 2 മാസം നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ലേ? ഇല്ലേ? ചെറിയ തട്ടും മുട്ടും ഛർദിയും ഒക്കെ ആയിട്ട് തുടങ്ങുന്നില്ലേ? പിന്നെ അത് വളരുന്തോറും വെള്ളം കൂടത്തില്ലേ? അവസാന സമയമാകുമ്പോ തടിയും ഇടിയും കുത്തും വെട്ടുപോലെ കലത്തും തള്ളും ഉണ്ടും നോക്കി ചേട്ടാ എന്നൊക്കെ പറയാറില്ലേ? ഇല്ലേ? ഇതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വളരെ പറയാൻ നിങ്ങളെ തന്നെ കണ്ടെയ്ൻ ചെയ്യാൻ കഴിയാത്ത രീതിയിൽ നിങ്ങളിൽ നിന്ന് പുറത്തേക്ക് ജീവൻ തള്ളിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് പോലും പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ തള്ളിക്കൊണ്ടേയിരിക്കും. ജീവൻ തള്ളിക്കൊണ്ടേയിരിക്കും. ഈ ഒരു അനുഭവം നമ്മൾ വ്യക്തതയോടെ തിരിച്ചറിയുന്നത് എന്റെ ഉള്ളിലുണ്ടോ, ഇത് വളർന്നു കയറുന്നുണ്ടോ? ഇന്ന് ഓരോരുത്തരും അവനവനെ തന്നെ ഒന്ന് പരിശോധിക്കണം. ഇത് ഉണ്ടാകണം. ഇങ്ങനെയാണ് കർത്താവ് വിശ്വാസികളെ തിരിച്ചറിയാനായിട്ടുള്ള മാർഗം പറഞ്ഞത്.
ഇനി പിതാവ് പറഞ്ഞു, ഇവന്റെ പ്രിയപുത്രൻ, ഇവനെ ചെവി കൊടുത്ത്, ഇവനെ വിശ്വസിച്ച്, ഈ പുത്രനെ ചുംബിപ്പേ. ഹല്ലേലൂയ. അപ്പൊ എങ്ങനെയാണ് ഈ പുത്രനെ ചുംബിക്കുന്നത്? ദൈവത്തിന്റെ വചനം പറഞ്ഞ് ഇതുവരെയും ഭാഗങ്ങളായും വിവിധങ്ങളായും പല പല പ്രവാചകന്മാർ വഴി പറഞ്ഞെങ്കിലും ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം ദൈവം പറഞ്ഞു. ഇതല്ലേ ദൈവം പറഞ്ഞു, ഇത് ചെയ്യൊക്കെ എനിക്ക് പറയാനുള്ള ദൈവം പറയും. ഇത് യേശുവിന് പറയാനുള്ളത് എന്താണെന്നില്ല, ആരാധിപ്പിൻ ആരാധിപ്പിൻ. അതാണ് യേശു പറഞ്ഞത്. നമ്മുടെ യേശുവിന്റെ കർത്താവ് എന്ന് പറഞ്ഞ രക്ഷകനായി ജ്ഞാനപ്പെട്ടു എന്ന് പറഞ്ഞ ആരാധിപ്പിൻ ആരാധിപ്പിൻ. ഇതാണ് യേശു പറഞ്ഞു. എന്തുപോലെ യേശു പറഞ്ഞു ആരാധന നല്ലതാണ്. ഇത് നല്ലതിൽ നമ്മൾ എന്ത് ചെയ്യണം? റൈറ്റ് തിരഞ്ഞെടുക്കണം. അല്ലെങ്കിൽ നല്ലതിൽ ഉപയോഗിച്ചുകൊണ്ട് റൈറ്റ് ആയിട്ട് തിരഞ്ഞെടുക്കണം. അതിന്റെ കൂട്ടത്തിൽ ഓടരുത്. എന്താ പറയുക, സാക്ഷികൾ ഇത്ര വലിയ സംഭവം നിൽക്കുമ്പോ നമ്മളുടെ മെയിൻ പരിപാടി കാഴ്ചയാൽ ജീവിക്കുക. അവര് ചെയ്യുന്നവരെ ഞാനും ചെയ്തു. ഇത് അപ്പച്ചൻ പറഞ്ഞ വേറൊരു കാര്യം, മറ്റുള്ളവരെ നോക്കി നമ്മൾ ചെയ്യരുത്. ഹല്ലേലൂയ. മറ്റുള്ളവർ കാണിക്കുന്നു എന്ന രീതിയിൽ കാണിക്കരുത്. ഹല്ലേലൂയ. പകരം ക്രിസ്തുവേ. ഈ അന്ത്യനാളിൽ ജീവിക്കാൻ ഒരു ജീവിതമേ ഉള്ളൂ. എനിക്ക് വേണമെങ്കിൽ ഞാൻ ജനിച്ചുള്ള കത്തോലിക്ക സഭയെ പ്രസാദപ്പെടുത്തി, അച്ഛനെയോ അല്ലെങ്കിൽ പ്രസാദപ്പെടുത്തി അവരുടെ ധ്യാന കേന്ദ്രത്തിൽ നല്ലൊരു ധ്യാനഗുരുവായി ഒരുപക്ഷെ മാറുന്നു. ഹല്ലേലൂയ. എല്ലാവരും ഒരുമിച്ച് പ്രസാദിപ്പിക്കാൻ നമുക്ക് പറ്റില്ല. ഇവിടെ നമ്മൾ പ്രസാദിപ്പിക്കാൻ നിൽക്കുന്നവർ, അപ്പച്ചൻ വന്നപ്പോഴേ എനിക്ക് ഉപദേശം തന്നു. സന്തോഷ ഉപദേശം. അപ്പച്ചൻ പറഞ്ഞത് ഇങ്ങനെയാണ്, നാം എല്ലാവരും ഒന്ന് തന്നെ പറയാം. ചെറിയൊരു തിരുത്തുണ്ട്. നാം എല്ലാവരും ബൈബിളിൽ പറയുന്ന ഒന്ന് തന്നെ പറയാം. ഹല്ലേലൂയ. കാരണം പലരും ഒരു ചെറിയ തിരുത്തുള്ള നല്ലതാണ്. പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്. ചെറിയൊരു തിരുത്ത് നല്ലതാണ്. റൈറ്റ് പ്രാക്ടീസ് മേക്സ് us perfect. ഹല്ലേലൂയ. എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്യാൻ പെർഫെക്റ്റ് ആകുന്നില്ല. ഈ റൈറ്റ് ആയിട്ടുള്ള പ്രാക്ടീസ് ചെയ്യാൻ പെർഫെക്റ്റ് ആകാം. അല്ലെങ്കിൽ യു ആർ ഗോയിങ് ടു പെർഫെക്റ്റ് ഇൻ റോങ്. തെറ്റായ കാര്യങ്ങൾ പെർഫെക്റ്റ് ആകുന്നുള്ളൂ. റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പെർഫെക്റ്റ് ആകും. പ്രാക്ടീസ് പെർഫെക്റ്റ് ആകും. കാരണം സത്യമേ നമ്മളെ സ്വതന്ത്രമാക്കും, നല്ലതല്ല സ്വതന്ത്രമാക്കില്ലേ. കഥ പറഞ്ഞു, സത്യം നീ തിരിച്ചറിയുമ്പോൾ സത്യത്തിനെ സ്വതന്ത്രനാക്കും. ഹല്ലേലൂയ. അപ്പോ നമ്മൾ തിരിച്ചറിയണം, ഈ സാധനമല്ല നമ്മൾ. പറഞ്ഞ മറ്റൊരു പോയിന്റ്, ഒരു ക്രിസ്തുവിലായാൽ അവർ പുതിയ സൃഷ്ടിയായി. ഈ പുതിയ സൃഷ്ടി സത്യമായ ക്രിസ്തുവിലാണ്. എന്റെ മക്കളെ, ഈ ഇവിടെ കേൾക്കുന്ന നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ പുതിയ സൃഷ്ടിയാണ്. നിങ്ങളുടെ ഉള്ളിൽ പുതിയ സൃഷ്ടിയാണ്. പക്ഷെ ജനിച്ചിട്ട് മൈൻഡ് പോലും ചെയ്യാത്ത ഒരു കുഞ്ഞിനെ പോലെയാണ് മാത്രമേ ഉള്ളൂ. ഒരമ്മയ്ക്ക് ഒരു കുഞ്ഞ് ജനിച്ചു, അമ്മ മൈൻഡ് പോലും ചെയ്യുന്നത്. അതുപോലത്തെ കുഞ്ഞാണ് ആ പുതിയതായിട്ട് അകത്തുണ്ടായത്. കാരണം അമ്മയ്ക്ക് എങ്ങനെ കുഞ്ഞ് ജനിച്ചെന്നുള്ള ഒരു ബോധം ഇല്ല. അമ്മ ഭ്രാന്തിയായി എപ്പോഴാണ് അമ്മയ്ക്ക് കുഞ്ഞ് ജനിച്ചത്. അങ്ങനെയെങ്കിൽ അതായത് അമ്മയ്ക്ക് സുബോധം ഇല്ലാത്തപ്പോഴാണ് അമ്മയ്ക്ക് കുഞ്ഞ് ജനിച്ചത്. പക്ഷെ അപ്പൊ അമ്മയ്ക്ക് ഒരു ബോധം എനിക്ക് ഇങ്ങനെ കുഞ്ഞ് ജനിച്ചത്. ഇതേപോലെയാണ് ക്രിസ്ത്യാനികളായ നമ്മൾ നല്ലൊരു വീട് ജനിച്ചേക്കുന്നത്. ഇങ്ങനെ ഒരു ബോധം പോലും ഇല്ല നമ്മുടെ അകത്ത് ഒരു പുതിയ സൃഷ്ടികരണോ നടന്നിട്ട് ഉണ്ടെന്ന്. എന്നാൽ ഈ ഭൂമി എന്ന വീട്ടിലെ വാഴയും കവുങ്ങും കാക്കയും എല്ലാ സർവ സൃഷ്ടികളും നമ്മുടെ ഉള്ളിൽ നിന്ന് ദൈവപുത്രന്മാർ വെളിപ്പെടാൻ വീട്ടിനോടെ കാത്ത് ഇരിക്കുന്നു. നമ്മൾ മാസം 30-ാം തീയതിയായി കാത്തിരിക്കും. അല്ലെ? ബിസിനസിന്റെ ലാഭത്തിനായി കാത്തിരിക്കുന്നു. സർവ സൃഷ്ടികളും നമ്മളോട് ഇന്ന് ദൈവപുത്രന്മാർ വെളിപ്പെടാൻ കാത്തിരിക്കും. നമ്മൾ തെറ്റിപ്പോയി മക്കളെ. യേശുവിന്റെ പേരും പറഞ്ഞ് തെറ്റിപ്പോയി. ഹല്ലേലൂയ. യേശുവിന്റെ പേര് പറഞ്ഞ് നമ്മൾ റൈറ്റ് ആയിട്ട് പറയണം. യേശു വിശ്വസിക്കുമ്പോ പിതാവ് പറഞ്ഞ് ഇവരുടെ പ്രിയപുത്രൻ ഇവരുടെ ചെവി കൊടുപ്പിൻ, അല്ലെ? ഹല്ലേലൂയ. വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പം പുത്രനെ ചുംബിപ്പിൻ. അപ്പൻ എപ്പോഴും പുത്രനെ ചൂണ്ടിക്കാണിച്ചു തരികയാ. ഹല്ലേലൂയ. ഇവന് ചിലത് പറയാനുണ്ട്. ഇവൻ പറയണത് നിങ്ങൾ കേട്ടില്ലെങ്കിലും നശിച്ചുപോളൂ.
ഇതുകൊണ്ടാണ് ഹെബ്രായർ 2-ാം പറയുന്നത്. ഹെബ്രായർ 2-1 മുതൽ പറയാണ്, കേട്ടത് നിങ്ങൾ കരുതിയില്ലെങ്കിൽ നിങ്ങൾ ഒഴുകിപ്പോട്ടോ ചാപ്പച്ച മേൽക്കുട്ടിയെ എന്ന് പറഞ്ഞു കൊടുത്തിട്ട് ചാപ്പച്ചനും മേൽക്കുട്ടിക്ക് അതുകൂടെ എന്നാ കേട്ടത്? കേട്ടത് അധികം ശ്രദ്ധയോടെ കേൾക്കണം. ഈ ആരെ കേട്ടത്? പിതാവ് പറഞ്ഞ ആരെ കേൾക്കാനാ? പുത്രനെ കേൾക്കാൻ. ഹല്ലേലൂയ. പുത്രനെ കേൾക്കാൻ. ഇത് പുത്രനെ കേൾക്കലല്ല, പുത്രനെ സ്തുതിക്കല് മാത്രമേ. നമ്മൾ നല്ലതാ ചെയ്യണേ, പക്ഷെ ഇതല്ല കർത്താവ് പറഞ്ഞത്. റൈറ്റ് ആയിട്ട് എടുക്കുക. ഹെബ്രായർ 2:1 മുതൽ വായിച്ചു. അപ്പോ വഴി കൂടി പോയിക്കൊണ്ടിരിക്കണം. ഈ പോയിക്കൊണ്ടിരിക്കുമ്പോ ഒഴുകി പോകാതിരിക്കും. അങ്ങനെയുള്ള പല സ്ഥലങ്ങളുണ്ട്. ഇപ്പൊ ഞങ്ങളവിടെ ഫിൽച്ചേരാന്ന് പറഞ്ഞ സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ പോയി ആളുകൾ വണ്ടിക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒഴുകി പെട്ടെന്ന് ഒഴുകി വന്നിട്ട് എടുത്തോണ്ട് പോകും. വണ്ടി അടക്കം കുറച്ച് പിള്ളേര് പവർഫുൾ വണ്ടിയാണ്. പജീറോ എടുത്തോണ്ട് പോയി. പജീറോ പുറകിലുള്ളതായിട്ടാ വെള്ളം പജീറോ ആകുന്ന അത് നോക്കും. ഞാൻ ഓർമ്മയിലാകുന്നത് നോക്കും. അത് മരിച്ചുപോയി. വണ്ടിയുടെ ഉള്ളിൽ നിന്ന് വെച്ചു. അപ്പോ ഒഴുകി പോകാതിരിക്കാൻ വഴിയിലാണ്. ഒഴുകി പോകാതിരിക്കാൻ എന്ത് ചെയ്തോളണം? കേട്ടതധികം ശ്രദ്ധയോടെ കേൾക്കണം. നാം എന്ത് കേട്ടു? യേശുവിനെ സ്തുതി ഇതാ കേട്ടത്. നല്ലതാ സംഭവം. പക്ഷെ കേട്ടത് ആര് പറഞ്ഞത്? യേശു ക്രിസ്തു പറഞ്ഞത്. യേശു ക്രിസ്തു പറഞ്ഞത് കേട്ടതധികം ശ്രദ്ധയോടെ. ഇതാണ് പിതാവ് പറഞ്ഞത്. നമ്മുടെ പ്രമാണം അതാ. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പേ. വിശ്വാസ പ്രമാണം നല്ലതാ. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു സഭകൾക്ക് ഐക്യതയും എല്ലാം ഒരു ഒത്തുതീർപ്പ് ഉണ്ടാകും. അതൊരുമിച്ച് നടന്നാൽ. പക്ഷെ സ്വർഗ്ഗരാജ്യമാണെങ്കിൽ നമ്മുടെ അപ്പൻ തന്ന പ്രമാണം മനസ്സിലായി. ഇവൻ എന്റെ പ്രിയ പുത്രൻ, ഇവന് ചെവി കൊടുപ്പേ. അത് ഇവിടെ പറയാം. ഈ കേട്ടത്, ഈ പുത്രൻ പറഞ്ഞത് നീ കേട്ടിട്ടുണ്ടെങ്കിൽ അത് നീ കരുതിയില്ലെങ്കിൽ ജോലി പോകും. കരുതിയില്ലെങ്കിൽ ജോലി പോകും. അല്ലെങ്കിൽ ഇത് താഴേക്ക് വായിക്കുമ്പോൾ വീണ്ടും ഒന്നുകൂടി ഉറപ്പിക്കുക. അതിന്റെ താഴേക്ക് പറയുകയാണ്, നേരത്തെ പ്രവാചകന്മാർ വഴിയൊക്കെയാ പറഞ്ഞേ. പക്ഷെ ഈ അന്ത്യകാലത്ത് ദൈവമാണ് പ്രവാചകന്മാരെ കാലം കഴിഞ്ഞു. അന്ത്യകാലത്ത് ആര് വഴി പറയാൻ തുടങ്ങി? പുത്രൻ വഴി പറയാൻ തുടങ്ങി. ഹല്ലേലൂയ. പുത്രൻ വഴി പറയാൻ തുടങ്ങി. ഇതാണ് പ്രിയ പിതാവ് പറഞ്ഞേ, ഇവരെ ചെയ്യോടെ എനിക്ക് പറയാനൊക്കെ വിജയമുണ്ട്. ഹല്ലേലൂയ. പുത്രൻ വഴി പറയാൻ തുടങ്ങി. ഈ പുത്രൻ വഴി പറയാൻ തുടങ്ങിയ സംഭവം ഉണ്ടല്ലോ, ദൈവത്തിന്റെ സ്വർഗ്ഗത്തിലെ ഏറ്റവും പറയാമോ? ദൈവം അതിന് സാക്ഷി നിന്നു. എങ്ങനെ? അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ദൈവം അതിന് സാക്ഷി. കേട്ടവർ അപ്പോസ്തലന്മാരാണ് കേട്ടത്. ആ കേട്ടവർ അത് വീണ്ടും പ്രസംഗിച്ച് നമുക്ക് ഉറപ്പിച്ചു. ഇത്ര വലിയ രക്ഷയെ, അപ്പൊ അതാണ് രക്ഷ. ഇത്ര വലിയ രക്ഷയെ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ ശിക്ഷാവിധി തെറ്റി ഒഴിയും? പിന്നെ കർത്താവ് പറഞ്ഞില്ലേ, ഞാൻ ഒരുപാട് നിങ്ങൾ അറിഞ്ഞിട്ടില്ല കേട്ടോ, എങ്ങനെ ശിക്ഷാവിധി. ആ ഭാഗം താഴേക്ക് വായിച്ചു. ഒന്ന് വായിച്ചു അല്ലേ? താഴേക്ക് വായിച്ചു. വായിച്ചു. ഇച്ചിരി ഒക്കെ വായിച്ചാൽ മതി. പോലെ ഇച്ചിരി കൂട്ടി. പഴയ ഉടമ്പടിയുടെ കാലം ഈ പറയണേ. താഴേക്ക്. അപ്പൊ ഇവിടെ ആരാ പറഞ്ഞു തുടങ്ങി? യേശു കർത്താവ് പറഞ്ഞു തുടങ്ങി. ഇതെല്ലാം പിതാവ് പറഞ്ഞു ഇവര് ചെല്ലു കൊടുക്കാൻ. കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയത് ദൈവം സ്വർഗസ്ഥ പിതാവ് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യ പ്രവർത്തികളാലും പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നു. ഹല്ലേലൂയ. അപ്പൊ ആരായിരുന്നു സാക്ഷി? പുത്രൻ പറഞ്ഞത്. പിതാവ് സാക്ഷിയാ. പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് പിതാവ് സാക്ഷി. മനസ്സിലാവുന്ന ആരാ? പ്രപഞ്ചത്തിന്റെ ഉടയവൻ സാക്ഷി നൽകിയ കാര്യം. തനിക്ക് പറയാനുള്ള പുത്രനെ ഏൽപ്പിച്ചു. പുത്രനോട് പറഞ്ഞു പോവുക, പറയുക. ഇതാണ് പുത്രൻ പറഞ്ഞേ, ഞാൻ സ്വയമൊന്നും പറയുന്നില്ല, എന്നോട് പറഞ്ഞത് മാത്രമേ നിങ്ങളോട് പറയുന്നുള്ളൂ. ഒരു പോസ്റ്റ്മാന്റെ കയ്യിൽ ഒന്നും ഇടാതെ ആ ലെറ്റർ അങ്ങനെ തന്നെ ആ മെസ്സേജ് നമുക്ക് തരിക.
ആ മെസ്സേജ് നമുക്ക് വരികയാണ്. പക്ഷെ നമ്മൾ മെസ്സേജിനെ തള്ളി, നമുക്കതിന് സുബോധമില്ലാതെ ആ മെസ്സേജിനെ തള്ളി. ഇത് എന്റെ മക്കളെ നാം വ്യക്തതയോടെ തിരിച്ചറിയുക. ഈ മെസ്സേജ് അപ്പൻ മക്കളോട് പറയുന്ന മെസ്സേജ് തള്ളി വായിച്ചു കേട്ടവർ. ആരാ കേട്ടത്? അപ്പോസ്തലന്മാർ. അവർ വീണ്ടും ഇത് തന്നെ പറഞ്ഞു. കേട്ടവർ വീണ്ടും പറഞ്ഞു, ഉറപ്പിച്ച് തന്നതുമായ ഇത്ര വലിയ രക്ഷ. അപ്പൊ യഥാർത്ഥ രക്ഷ എന്ന് പറയുന്നത് സ്വർഗസ്ഥ പിതാവ് തന്റെ പുത്രനോട് പറഞ്ഞ സന്ദേശമാണ് ഒരു മനുഷ്യന്റെ പെർഫെക്റ്റ് ആയ രക്ഷ. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. മറ്റത് നമ്മൾ റോമ 10:9 പറയും, നല്ലതാ. പക്ഷെ യേശുവിനെ കർത്താവായി സ്വീകരിച്ചവരാണ്. റോമ 10:9 എന്നാ പറയുക? യേശുവിനെ കർത്താവായി സ്വീകരിക്കുക. യേശുവിനെ കർത്താവായി സ്വീകരിച്ചവരാണ് മത്തയി 20:3. ഹല്ലേലൂയ. ഞങ്ങളൊക്കെ കർത്താവ് യേശു കർത്താവായി കർത്താവ് പറയുന്നത് അല്ല. അത് നല്ല കാര്യമാണ്, നല്ല കാര്യം. എന്റെ സ്വർഗസ്ഥനായ ഇഷ്ടം ചെയ്യുന്ന സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയും ഉള്ളൂ. ഇവിടെ പറയാതെ കേട്ടവർ നമുക്ക് ഉറപ്പിച്ച് തന്നു. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ദൈവരാജ്യം സന്ദേശം എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളോട് കൂടെ താമസിക്കാൻ വരുന്നു. അതുകൊണ്ട് താൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നമ്മളും വിശുദ്ധരായിരിക്കുക. നീ മനുഷ്യ, നീ മാനസാന്തരപ്പെടുക എന്ന സന്ദേശമാണ് നമ്മളോട് പറയുന്നത്. അപ്പോ നാം ആ അപ്പനും ഇന്ന് ഈ മരണമുള്ള മനുഷ്യരോടും കൂടെ മാത്രം ജീവിക്കുന്നു. നാളെ നാം ഈ മനുഷ്യരെ വിട്ട് മരണമില്ലാത്ത ദൈവത്തോടു കൂടെ ദൈവപുത്രന്മാരായി, മനുഷ്യപുത്രന്മാരായിട്ടല്ല, ദൈവപുത്രന്മാരായി ജീവിക്കണം. അപ്പോ യേശു വിശ്വസിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ലെവൽ എന്നറിയാം, നമ്മുടെ അവസ്ഥ മാറുകയാണ്. ഇതാണ് യോഹന്നാൻ 1:12 പറയുന്നത്. അവൻ പിതാവ് പറഞ്ഞു പുത്രൻ വിശ്വസിക്കാനല്ലോ പറഞ്ഞേ. പുത്രൻ വിശ്വസിക്കുമ്പോൾ സംഭവിക്കുന്നറിയോ? അവരെ എഴുതുകയാണ്, അവനെ കൈക്കൊണ്ട്, ക്രിസ്തുവെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ മക്കളാകാനുള്ള അധികാരം നൽകി. ഈ അധികാരം എന്റെ മകനെ, എന്റെ മകളെ, ദേവാസിയെ റെസ്പെക്റ്റോടെ, സ്നേഹത്തോടെ പറയട്ടെ, ഈ അധികാരം നാം ഉപയോഗിക്കുന്നുവെങ്കിൽ ഈ അകത്ത് വന്ന നദി പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും, വർദ്ധിച്ചുകൊണ്ടേയിരിക്കും, ഓരോ നിമിഷവും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അത് പുത്രന്മാർക്കുള്ള അവകാശമാണ്, അധികാരമാണ്. എന്നാൽ നമ്മൾ അഭിഷേകത്തിൽ മാത്രമാണ് ഫോക്കസ് ചെയ്തെങ്കിൽ അത് ദാസന്മാർക്കുള്ളതാണ്. എന്നാൽ ഇത് രണ്ടും നമുക്ക് വേണം. ഈ ഭൂമിയിൽ ശുശ്രൂഷ ചെയ്യുന്ന അഭിഷേകവും ആവശ്യമാണ്. നിത്യമായി ജീവിപ്പാൻ അകത്തുനിന്ന് പുറത്തേക്ക് വരുന്ന ദൈവപുത്രന്മാർക്കുള്ള ആ വ്യവസ്ഥ, ആ അവകാശം നമുക്ക് ദൈവം തന്നിട്ടുള്ളതാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് വേണം. അതുകൊണ്ടാണ് വെളിപ്പാട് 21:7 പറയുന്നത്, ജയിക്കുന്നവന് ഇത് അവകാശമായി കിട്ടും, ഞാൻ അവന് ദൈവവും അവനെനിക്ക് മകനും ആയി. ഈ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നയാളൊക്കെ വിശ്വസിപ്പേ എന്ന് വിശ്വസിപ്പേ പുത്രൻ താൻ പറഞ്ഞു തുടങ്ങിയത്. മനസ്സിലാവുന്നല്ലോ? ആ പുത്രൻ പറഞ്ഞു തുടങ്ങിയത് അപ്പം വരുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അതുകൊണ്ട് നീ മാനസാന്തരപ്പെടുക. ബൈബിൾ അവസാനിക്കുന്നത് എങ്ങനെയാണ്? ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടും കൂടെ, ദൈവം മനുഷ്യരോടും കൂടെ പാർക്കും. ഏത് മനുഷ്യർ? പുതിയ മനുഷ്യർ, അവരാണ് ദൈവത്തിന്റെ പുത്രന്മാർ. അതുകൊണ്ട് എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മൾ ഇവിടെ തിരിച്ചറിയുക, മനസ്സിലാക്കുക, ഈ ബൈബിളിൽ നല്ലതേ ഉള്ളൂ. മനസ്സിലായോ? നല്ലതേ ഉള്ളൂ. ഒരല്പം ചീത്ത മറ്റുള്ളവരെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് എന്തിനാണെന്നറിയാമോ? നാം ചീത്തയിലേക്ക് പോകാൻ വേണ്ടിയല്ല, ചീത്ത എന്തെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ മാറ്റി നല്ലതിലേക്ക് പോകാൻ വേണ്ടിയാണ്. മനസ്സിലായോ? റൈറ്റിലേക്ക് പോകാൻ വേണ്ടിയാണ്. അപ്പൊ എന്ത് ചെയ്യണം? ന്യായപ്രമാണം നല്ലതാണ്, പ്രവാചകന്മാരും നല്ലതാണ്, ബൈബിളിൽ എഴുതിയിരിക്കുന്ന പല എല്ലാ കാര്യങ്ങളും മറ്റുള്ളവർ പറയുന്ന ഒഴിച്ചുള്ള നല്ലതാണ്. ശ്രദ്ധിക്കുക, ഈ നല്ലതിൽ നിന്ന് ഈ അന്ത്യകാലത്ത് നമുക്ക് സ്വതന്ത്രമായിട്ട് പ്രവേശിക്കാതെ റൈറ്റ് ആയിട്ടുള്ള നാം തിരഞ്ഞെടുക്കുക. ഹല്ലേലൂയ. നാം ഇത് പഴയ സൃഷ്ടിയിലാണ് ജീവിക്കുന്നതെങ്കിലും അതിപ്പോ ഒഴിഞ്ഞു പോകും. നാം പുതിയ സൃഷ്ടി. പഴയ സൃഷ്ടി ആദത്തിന്റെ ജനറേഷനാണ്, മനുഷ്യപുത്രനാണ്. പുതിയ സൃഷ്ടി ക്രിസ്തുവിന്റെ ജനറേഷനാണ്, ദൈവപുത്രനാണ്. പഴയ സൃഷ്ടി ജഡമാണ്, പുതിയ സൃഷ്ടി ആത്മാവാണ്. ഈ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകും. ഹല്ലേലൂയ. ഇത് നാം ആരാധിക്കുന്ന കർത്താവ് യേശു പറഞ്ഞു, എല്ലാവരും ജഡത്തിൽ ആരാധിക്കുന്നു. ആ മലയിൽ യെരൂശലേമിലൊക്കെ ആരാധിക്കുന്നു. കർത്താവ് പറഞ്ഞു, ഇതാ യഥാർത്ഥ ആരാധകൻ ആത്മാവിൽ, പുതിയ സൃഷ്ടി ആത്മമണ്ഡലത്തിൽ ആരാധിക്കുന്നവരാണ്. ഹല്ലേലൂയ. ഇതാ വന്നു കഴിഞ്ഞിരിക്കുന്നു. കാരണം തന്റെ കാൽവരി യാഗത്തിലൂടെയാണ് അവരുടെ പുതിയതായ സൃഷ്ടികർമ്മം നടക്കുന്നത്. ഇതിലൂടെയാണ് നമ്മൾ കാണുന്നത്. നമ്മളെ തന്നെ പരിശോധിക്കുന്നത്. ഇതാ നമ്മുടെ ഉള്ളിൽ നിന്ന്
തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവിതത്തിൽ വരുന്നുണ്ട്. ഉണ്ടെങ്കിൽ അവർക്കായി സ്തോത്രം. ഇല്ലാത്തവർ യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് യേശു പറഞ്ഞതിൽ വിശ്വസിച്ച് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. എന്റെ അപ്പനോട് കൂടെ ജീവിക്കാനുള്ള കാലം എനിക്ക് സമീപിച്ചു. ഈ മൺകൂടാരത്തിൽ ഇപ്പോ എന്റെ ശ്വാസം തീരും. അതിനു മുമ്പ് ഞാൻ എന്റെ പാത്രത്തെ എനിക്കുള്ളത് മറ്റാരും എടുക്കാതിരിക്കാൻ ഞാൻ അത് എന്റെ സ്ഥാനം ഞാൻ കരസ്ഥമാക്കുവാൻ ദൈവമേ ഞാൻ അങ്ങനെ കൃപയിൽ സംഘപ്പെടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പോഴും വചനത്തിൽ അടിസ്ഥാനമിട്ട് വചനത്തിൽ തന്നെ പണിയുക. ചുറ്റുമുള്ള ദൈവദാസന്മാരെ ദൈവമക്കളൊക്കെ റെസ്പെക്ട് ചെയ്യുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും, അവർക്കൊക്കെ പ്രാർത്ഥിക്കുക, എല്ലാവരെയും അനുഗ്രഹിക്കുക. പക്ഷെ അതുപോലെ അതിനെ യേശുവിനെ അനുഗ്രഹിക്കുക, യേശുവിനെ മാത്രം നോക്കുക, അതനുസരിച്ച് ചെയ്യുക. ഹല്ലേലൂയ. കാരണം നമ്മളുടെ പുറത്തുള്ള മനുഷ്യൻ ഞാനും നിങ്ങളും ഒക്കെ ദൈവവചനം പറയുന്നു ചതിമോഹങ്ങളാൽ വഷളായിപ്പോയിക്കൊണ്ടിരിക്കുന്നവനാണ്. അവനെ നോക്കരുത്, അവൻ പല ദൈവങ്ങളും ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ ഉള്ളിലുള്ള പുതിയ മനുഷ്യൻ, പുതിയ സൃഷ്ടി ദൈവാനുരൂപനായി ക്രിസ്താനുരൂപനായി സൃഷ്ടിക്കപ്പെട്ടവനാണെന്നുള്ള തിരിച്ചറിവോടുകൂടെ പഴയത് ഒഴിവായി പോകണമെന്നും പുതിയതിനെ നാം എടുത്ത് ധരിക്കണമെന്നും മനസ്സിലാക്കി ഇനി പുതിയതിനെ ഫോക്കസ് ചെയ്യുക, പുതിയതിന് വേണ്ടത് നമ്മൾ ചെയ്യാനിടയായ. അപ്പോൾ നല്ലതുകളിൽ നിന്ന് റൈറ്റ് ആയിട്ടുള്ളത് ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുക്കുക. അതാണ് സത്യം. സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. നമ്മുടെ മക്കളാണ് കേട്ട വചനത്തിന്റെ മുമ്പാണ് നമുക്ക് നമ്മളെ തന്നെ നല്ലതുകളിൽ നിന്ന് ശരിയായിട്ട് നല്ലതുകളിൽ നിന്ന് ശരിയായിട്ട് സ്തുതിക്കുന്നത് നല്ലതാണ്, പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ദൈവത്തിന്റെ വചനം പറയുന്നത് വാഗ്ദത്തം പ്രാപിപ്പാൻ ദൈവ ഇഷ്ടം ചെയ്യണം. ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. വാഗ്ദത്തം പ്രാപിപ്പാൻ അപ്പോൾ ചെയ്യേണ്ടത് ദൈവ ഇഷ്ടമാണ്. അതിലേക്ക് വേണ്ടത് സഹനത്തിലൂടെ പോകാനുള്ള മനോഭാവമാണ്. സഹിഷ്ണുത എനിക്ക് ആവശ്യം. അത് ആവശ്യം, അത് ഓപ്ഷനല്ല, അത് ആവശ്യം. വണ്ടിയുടെ ക്യാരിയർ അതിന് ഓപ്ഷനാണ്, പക്ഷെ അതിന്റെ 4 ടയറുകൾ ഓപ്ഷനല്ല, അതിന് ആവശ്യം. ഇതേപോലെ വാഗ്ദത്തം ഞാൻ പ്രാപിക്കണമെങ്കിൽ, സ്വർഗരാജ്യം ഞാൻ അവകാശമാക്കണമെങ്കിൽ ദൈവവചനം പറഞ്ഞു അതിന് ഞാനും നിങ്ങളും യേശുവിനെ കർത്താവേ എന്ന് വിളിച്ചാൽ പോലെ അത് നല്ലത്. പക്ഷെ യേശു പറഞ്ഞു ദൈവം ഇഷ്ടം ചെയ്യണം. പറയുന്നു ദൈവം ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കണം. അതിനാവശ്യമായ ഘടകമാണ് സഹിഷ്ണുത. അങ്ങനെ റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സെലക്ട് ചെയ്യുക. ചുറ്റുമുള്ളവരെ നോക്കണ്ട, ക്രിസ്തുവിനെ ചുറ്റുമുള്ളവരെ സഹനത്തോടെ സ്നേഹിക്കുക, സഹനത്തോടെ സ്നേഹിക്കുക, ജീവിത പങ്കാളിയെ സഹനത്തോടെ സ്നേഹിക്കുക, മക്കളെ സഹനത്തോടെ സ്നേഹിക്കുക, ചുറ്റുമുള്ളവരെ സഹനത്തോടെ സ്നേഹിക്കുക. സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ഹല്ലേലൂയ. അഭിഷേകം നമുക്ക് ആവശ്യമാണ് ഈ ലോകത്തിൽ ക്രിസ്തുവിന്റെ പ്രവർത്തികൾ. ഹല്ലേലൂയ. എന്നാൽ ഉള്ളിൽ ദൈവ മക്കൾ യേശു വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് കടന്നുവരുന്ന ജീവൻ ചെലുന്നതി ഉണ്ടോ എന്ന് അവനത്തിലെ പരിശോധിച്ചു. അതില്ലാത്തത് ആരെങ്കിലും ഈ ശബ്ദപരിധിയിൽ എന്നെ കേൾക്കുന്നുവെങ്കിൽ സ്വർഗത്തിൽ നിന്ന് പിതാവ് അയച്ച് ഭൂമിയിലേക്ക് വന്ന് എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ച യേശുവേ, അങ്ങ് എന്റെ പാപത്തിന് വേണ്ടിയാണ് മരിച്ചത് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങ് എന്റെ കർത്താവായി സ്വീകരിക്കുന്നു. എന്റെ ഹൃദയത്തിലേക്ക് വരണമേ, എന്റെ കഴിവുകളെ ശുദ്ധീകരിക്കണമേ, എന്നെ അങ്ങനെ ആത്മാവാൻ നിറയ്ക്കണമേ, അങ്ങയുടെ ദിവ്യഭവനത്തിലേക്ക് പിതാവിന്റെ അരികിലേക്ക് എന്നെ നയിക്കണമേ, അതിനായി അങ്ങയുടെ ആത്മാവിനെ തരണമേ എന്ന് ചേർന്ന് പ്രാർത്ഥിച്ചാവേ. ആ ക്രിസ്തു പ്രിയ മകനെ, പ്രിയ മകനെ, നിന്റെ ഹൃദയത്തിലേക്ക് നിന്റെ ആത്മാവിലേക്ക് കടന്നു വരും. നിന്റെ പുതിയ സൃഷ്ടികലത്തിലേക്ക് വീണ്ടും ചെയ്യുമ്പോ ആ ക്രിസ്തു നിന്നെ സഹായിക്കും. ഈ കേൾക്കുന്ന നിമിഷം തന്നെ വിശ്വസിക്കുന്നവരുടെ ഉള്ളത്തിൽ നിന്ന് വ്യാപരിക്കുന്ന തിരുവെടുത്ത് പറയുന്ന ദിവ്യമായ നദി നിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന ഒരു ക്രിസ്തുവിനായ പുതിയ സത്യനാഥമായ അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്ന യേശു കർത്താവിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യും. നന്ദിയോടെ സ്തോത്രം ചെയ്യും.
ജീവജലം ധ്യാനിപ്പിക്കപ്പെട്ട മക്കൾ എന്റെ അപ്പ ഇനിയും അതെല്ലാം ബ്ലോക്കായി കിടക്കാതെ ആ ബ്ലോക്കുകളൊക്കെ മാറ്റിയിട്ട് നദി ഒരു കുളമായി എന്റെ അകത്ത് കെട്ടിക്കിടക്കാതെ അതൊരു നദിയായി ഒഴുകത്തക്കവണ്ണം അങ്ങയുടെ ആത്മീയ പ്രവൃത്തി എന്റെ ജീവിതത്തിൽ തരണമേ എന്ന് എന്റെ അകത്ത് തരണമേകുന്ന ആ യേശുവോടൊന്ന് അപേക്ഷിക്കാതെ അപേക്ഷിക്കാതെ ഞാൻ എന്റെ സമയപ്പടിയോ എന്ന് പറഞ്ഞ അരുമനാഥൻ നിന്റെ തൊട്ടടുക്കലുണ്ട്, നിന്റെ സമീപമുണ്ട്. നിന്നെ സഹായിപ്പാ എനിക്ക് എല്ലാ ഭാഗത്തുള്ള എല്ലാ കോപവും എല്ലാ അസൂയയും എല്ലാ തീവയും ആ ഇപ്പോഴത്തെ ശിശുക്കളെ പോലെ നീക്കി കളയുവാൻ വചനമായി നമ്മൾ ആജ്ഞാപിക്കുമ്പോ ആ വചനമായി പാൽ കുടിച്ചുകൊണ്ട് എന്റെ ഉള്ളിൽ നദിയുണ്ട്. പക്ഷെ കുളം പോലെ ഇരിക്കുകയാണ്. അത് നദിയായി മാറുവാൻ എല്ലാ അഴുക്കുകളും മാറ്റപ്പെടുവാൻ തക്കവണ്ണം തോട്ടിൽ നിന്ന് ആ താരയിൽ നിന്ന് അഴുക്കുകൾ മാറ്റിക്കളയുമ്പോ ആ താര ഒഴുകുന്നത് പോലെ എന്റെ ഉൾത്തളത്തിൽ നിന്ന് എല്ലാ അഴുക്കുകളും മാറ്റപ്പെട്ട് ഞാൻ പുതിയ സൃഷ്ടിയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാണ്. അപ്പൊ ആ പ്രാർത്ഥന കേട്ട കാരണക്കായി ജനത്തിലുള്ള പ്രവർത്തിക്കുന്ന കാരണക്കായി അകത്ത് കെട്ടിക്കിടക്കുന്ന നദി പുറത്തേക്ക് തള്ളപ്പെടുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ശബ്ദപരിധി പലരെയും വിടുവിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. പിശാചി കെട്ടിവെച്ച കെട്ടുകൾ ഇപ്പൊ പൊട്ടിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ എന്റെ സഭയെ പണിയ ഈ മക്കളുടെ ശരീരത്തിലുള്ള രോഗങ്ങൾ, ഈ മക്കളുടെ ജീവിതത്തിൽ എല്ലാ പ്രവൃത്തികളും ദൈവത്തിന് അനുവാദമില്ലാതെ പിശാചി കൊണ്ടുവരുന്നില്ല. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ തകർന്നു മാറാൻ താല്പര്യമില്ല. പരിപൂർണ്ണ സൗഖ്യം ഈ ജനതകൾ താല്പര്യമില്ല. പരിപൂർണ്ണ സൗഖ്യം ഈ ജനതകൾ താല്പര്യം. പിശാചി ഇവർ നിരക്കുള്ളതല്ല. യേശുവിന്റെ ചന്ദ്രച്ചോറ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങിയ മക്കൾ ദൈവത്തിനുള്ളവരാ. അതുകൊണ്ട് തൊട്ടുപോകല്ല, മാറുന്നില്ല. അശാപങ്ങൾ, രോഗങ്ങൾ, വേദനകൾ, ശാസമുട്ടലുകൾ യേശുവിനെ മാറിപ്പോകുന്നു. കുടുംബങ്ങൾ സമാധാനം കൽപ്പിക്കുന്നു, കുടുംബങ്ങൾ ഐശ്വര്യം കൽപ്പിക്കുന്നു. ഭാര്യ ഭർത്താവ് തമ്മിലുള്ള ചേർച്ച കുറവുകൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. മാറുന്നില്ല. ഈ മക്കൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുക. ദൈവത്തിന്റെ സ്തോത്രം ചെയ്തു. സർവ്വമഹത്വ സ്വർഗീയ പിതാവേ, ഞാൻ അങ്ങേക്ക് തരികയാണ്. കരുണയോടെ ഞങ്ങൾ ഓർക്കുന്നു. ഇതിലൊന്നും ഞങ്ങൾ അർഹരല്ലപ്പാ, ഇതിലൊന്നും ഞങ്ങൾ അർഹരല്ലപ്പാ. അങ്ങയുടെ കരുണയ്ക്ക് അങ്ങയുടെ കരുണയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുക. അങ്ങയുടെ ദാസന് കുടുംബത്തിനുമായി സ്തോത്രം. അപ്പാ ഈ പ്രാർത്ഥന കുടുംബത്തിൽ വയ്ക്കുവാണ്. അതിലൂടെ അത് സംസാരിച്ച് ഇങ്ങനെ ഒരു സാന്നിധ്യം അത് കൊണ്ടുവന്നതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുക. അപ്പാ എന്റെ ദാസിയെ കുടുംബത്തിലുള്ള എല്ലാവരെയും കുടുംബത്തെ എല്ലാം കടന്നു വന്നിട്ടുള്ള ദൈവദാസന്മാർക്കായി എല്ലാ ദൈവ മക്കൾക്കായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഓരോ നിമിഷവും ക്രിസ്തുവെ ധരിച്ച് 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 ക്രിസ്തുവാകുന്ന തലയോളം വളർന്നു വരുവാ ദൈവപുത്രന്റെ പൂർണ്ണതയിലേക്ക് എത്തപ്പെടുവാൻ സഹായിക്കുന്നു. സർവമഹോദയം സർവമഹത്വം യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. വിശുദ്ധപ്പെടുത്തിയിൽ എന്നെ കേട്ടിട്ടുള്ള ശ്രദ്ധയോടെ വളരെ കേൾക്കുക, മനസ്സിലാക്കുക, നല്ലതിൽ നിന്ന് ശരിയായതിലേക്ക് നമുക്ക് മാറാം. ദൈവം ഏവരെയും സഹായിക്കട്ടെ. താങ്ക് യു.